വെൽക്കം ബാക്ക്. ഇന്ന് ചെയ്യാൻ പോകുന്നത് പില്ലോ ടാസൽസ് ആണ്. 3x3 രണ്ട് സ്ക്വയർ ഫാബ്രിക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എംബ്രോയ്ഡറി ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ കുറച്ച് പഞ്ഞി അങ്ങനെയൊക്കെ ഇളകിയിരിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് എനിക്കിത് ചെയ്യാനായിട്ട് തോന്നിയത്. ആ പഞ്ഞി ഇതിനകത്ത് ഫില്ല് ചെയ്യാമല്ലോ, അങ്ങനെ സാധാ ഒരു ഡോറിയാണ് ഉദ്ദേശിച്ചത്. പിന്നെ പില്ലോ ഡോറി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനൊരു നൂല് കൂടി അവിടെ എടുക്കുന്നുണ്ട്. ഫുൾ നൂലില്ല, ഒരു പകുതിയോളം എത്തിയിട്ട് ഉള്ള നൂലാണ്. പിന്നെ ഇതുപോലെ നമ്മൾ ബ്ലേഡ് വെച്ചോ എന്തെങ്കിലും പേപ്പർ കട്ടർ വെച്ചോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. ചെറുതായിട്ട് എൻ്റെ കയ്യിലൊന്ന് കയറിക്കൊണ്ടായിരുന്നു. അപ്പോൾ കൈയൊന്നും മുറിയാതെ വേണം. 1-2 പ്രാവശ്യം ഇതുപോലെ വരച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ആ നൂല് ഇളകി കിട്ടും. ഇനി ഇതിനെ ഹാഫായിട്ട് 2 ഡോറി ടെസൽസ് ഉണ്ടല്ലോ, അപ്പോൾ 2ആയിട്ട് നമ്മളങ്ങ് തിരിച്ച് എടുക്കുക. ഒരു സെൻറ്റർ നോക്കിയിട്ട് ഇതുപോലെ തിരിച്ചെടുത്തിട്ട് അതിൻ്റെ ഭാഗം നല്ലതുപോലെ കെട്ടിട്ട് എല്ലാം ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കുക. ഇനി ഈ എടുത്ത് വെച്ചേക്കുന്ന സ്ക്വയർ ഷേപ്പ് ഫാബ്രിക്കിൻ്റെ കോൺ എഡ്ജസ് ഉണ്ടല്ലോ, കോൺ എഡ്ജിലായിട്ട് അകത്തോട്ട് നമ്മുടെ ഈ നൂലിൻ്റെ ആ ഒരു ബണ്ടിൽ ഒരു കെട്ട് അകത്ത് ഉള്ളിലോട്ടാക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ 3 എൻഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 3 എഡ്ജസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ടോട്ടൽ 4 എഡ്ജസിലെ 3 എഡ്ജസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു സാധാ തയ്ക്കുന്ന പോലെ നമ്മളൊരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇങ്ങനെ വിട്ടിട്ട് അത് 3 എഡ്ജും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു കത്രിക കട്ടർ എന്തെങ്കിലും എടുത്തിട്ട് ആ നൂലൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കുക. നമ്മൾ തിരിച്ചിടുമ്പോഴത്തേക്ക് ഒരു ടഫ് അങ്ങനെ ആവാതെ പെട്ടെന്ന് എളുപ്പത്തിൽ കിട്ടാനും നല്ല ഷേപ്പിലിരിക്കാനും വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ഇനി ഞാനിത് ആക്ച്വലി ഇത് ചെയ്തത് ഒരു പോട്ടിലി ബാഗ് വർക്കിൻ്റെ ഒരു ബാക്കിയായിട്ടാണ് ഇത് ചെയ്തത്. കാരണം അതിൽ ഒരു ഡോറിയിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. അതിൻ്റെ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഡോറി ഇതിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഈ ലാസ്റ്റ് ഈ കാണുന്ന ഈ ഒരു നമ്മളിനി തയ്ക്കാനുള്ള ആ എഡ്ജും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ പണി തീർന്നു. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഈ 3 എഡ്ജസ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ആ പഞ്ഞിയെല്ലാം ഇതിനകത്ത് കുത്തി കയറ്റി കുറച്ച് ബൾക്കായിട്ട് ആക്കണം. അതിനുശേഷം ഇപ്പോഴും നമ്മുടെ തലയണ അവിടെ റെഡി ആയിട്ടുണ്ട്. പില്ലോ ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ഡോറി ഈ ഉള്ളിൽ ആ ഒരു കോണിൽ ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ട് ബാക്കി സ്റ്റിച്ച് ചെയ്യേണ്ട ആ ഒരു എഡ്ജസും കൂടെ അതിൻ്റെ പുറത്തൂടെ ഒരു സ്റ്റോപ്പ് സ്റ്റിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ പില്ലോ ടാസൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ പോട്ടിലി ബാഗിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പില്ലോ ടാസൽസ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് സെക്യൂർ ചെയ്തിട്ട് നമ്മൾ ആ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ താഴെ ഹാങ് ചെയ്തേക്കുന്ന ആ ത്രെഡും ഒന്ന് കറക്റ്റ് ലെവലൊക്കെ ആക്കി വെച്ചിട്ട് ഒരേ ലെവലിനൊന്ന് കട്ട് ചെയ്തും കൂടെ ഷേപ്പിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ പില്ലോ ടാസൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ മറ്റേ ടെസൽസിലും കുറച്ച് സീക്വൻസും കൂടി സൈഡിലായിട്ട് ജസ്റ്റ് ഒരു അട്രാക്ഷന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇവിടെയും അത് ഈ സൂചി നൂലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തയ്ച്ച് കൊടുക്കുന്നു, ഒന്ന് കൊരുത്ത് അങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ പില്ലോ ടാസൽസ് വിത്ത് ഹാങ്ങിങ് ത്രെഡ്. അത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്